അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുമ്പോൾ ഇൻസ്റ്റാഗ്രാം യൂസേഴ്സിനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷനും എല്ലാം നമ്മുടെ ഈ ചാനലിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതായത് എങ്ങനെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സും ലൈക്കൊക്കെ കൂട്ടാമെന്നുള്ള സിമ്പിളായിട്ടുള്ള ടിപ്സും ട്രിക്സൊക്കെ നമ്മുടെ ഈ ചാനലിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ മുൻപുള്ള വീഡിയോസൊക്കെ ദയവ് ചെയ്ത് കാണുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുമ്പോൾ ഒരു ആപ്ലിക്കേഷൻ വേറെ ആപ്ലിക്കേഷനകത്തുനിന്ന് നമുക്ക് ലോഗിൻ ചെയ്യാതെ എങ്ങനെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സും ലൈക്കൊക്കെ കൂട്ടാം എന്നതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോസ് കാണുന്നവർ ദയവ് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തിരുന്നാൽ വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ആയിരുന്നാലും ലൈക്ക് ആയിരുന്നാലും കൂട്ടാൻ ഒരുപാട് ആപ്ലിക്കേഷനും മറ്റും യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ നമ്മൾ എളുപ്പ വഴിയിൽ വേറൊരു രീതിയിൽ നമ്മൾ എങ്ങനെ നമുക്ക് ലൈക്ക് ആയിരുന്നാലും ഫോളോവേഴ്സ് ആയിരുന്നാലും കൂട്ടാം എന്ന് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഹാഷ്ടാഗാണ്. എന്താണ് ഹാഷ്ടാഗാണെന്ന് എല്ലാവർക്കും അറിയാം, എന്നാൽ ഒരിക്കൽ കൂടി പറയാം. അതായത് പോപ്പുലറായിട്ടുള്ള വേർഡ്സിനകത്ത് നമ്മുടെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോസ് അതിനകത്ത് സജഷനിൽ കൊടുത്ത് നമുക്ക് ലൈക്കൊക്കെ കൂട്ടാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ ഇവിടെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ലൈക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹാഷ്ടാഗ് കൊടുക്കാം. അപ്പോൾ പോപ്പുലറായിട്ടുള്ള ഹാഷ്ടാഗ് നമുക്ക് കണ്ടുപിടിക്കണം. അതായത് കൂടുതലായിട്ടും ആളുകളൊക്കെ യൂസ് ചെയ്യുന്നതും ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നതുമായിട്ടുള്ള ഹാഷ്ടാഗൊക്കെ യൂസ് ചെയ്ത് നമുക്കിതിനെ കൊടുത്താൽ മാത്രമേ ലൈക്ക് കൂട്ടാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്ലേ സ്റ്റോറിൽ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഹാഷ്ടാഗിൻ്റെ ആപ്പാണ്. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലുമൊക്കെ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഹാഷ്ടാഗിൻ്റെ ആപ്ലിക്കേഷൻ. ഇത് ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. ഇതിനകത്ത് ഒരുപാട് സെക്ഷൻസ് കാണാൻ സാധിക്കും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്യുന്ന സെക്ഷൻ എന്ന് പറയുമ്പോൾ 4ാമത്തെ സെൽഫി ആൻഡ് ഫോട്ടോഗ്രാഫിയാണ്. ഞാൻ ഒരുപാട് കാലം കൊണ്ട് യൂസ് ചെയ്യുന്ന എനിക്ക് ഏറ്റവും കൂടുതൽ ലൈക്കും ഫോളോവേഴ്സും കയറുന്ന ഒരു സെക്ഷൻ ഹാഷ്ടാഗ് സെൽഫീസ് ആൻഡ് ഫോട്ടോഗ്രാഫിയാണ്. അപ്പോൾ ഈ ഹാഷ്ടാഗ് യൂസ് ചെയ്യേണ്ട ടൈം എന്ന് പറയുമ്പോൾ ഒരു 12 മുതൽ 3 മണിക്കകത്ത് ഈ ഹാഷ്ടാഗ് കൊടുത്താൽ ഏറ്റവും കൂടുതൽ ലൈക്കും ഫോളോവേഴ്സൊക്കെ കിട്ടുന്നതാണ്. ഞാൻ ജസ്റ്റ് ഈ ഹാഷ്ടാഗ് ഒന്ന് കോപ്പി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് ഫോട്ടോയ്ക്കാണോ നമുക്ക് കൊടുക്കേണ്ടത് അതിനകത്ത് ഇവിടെ കൊടുക്കാം. ഞാനിവിടെ ചാനലിൻ്റെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 12 ലൈക്ക് എന്നുണ്ട്. അവിടെ ഒന്ന് നമ്മുടെ പ്രൊഫൈലിൻ്റെ ഫോട്ടോ ഒന്ന് എഡിറ്റ് ചെയ്ത് ആ ഹാഷ്ടാഗ് ഒന്ന് ഞാൻ പേസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ ഹാഷ്ടാഗെല്ലാം ആഡായിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫോട്ടോയ്ക്ക് ഓൾറെഡി 12 ലൈക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ കാണാൻ സാധിക്കും 1 ലൈക്ക് കൂടി 13 ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് റീഫ്രഷ് ചെയ്ത് ഒന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഹാഷ്ടാഗ് കൊടുത്ത സെക്ഷൻസിനകത്ത് എല്ലാത്തിനകത്തും നമ്മുടെ ഫോട്ടോ പോസ്റ്റ് ആകുന്നതായിരിക്കും. അതുവഴി നമുക്ക് ഒരുപാട് ആളുകൾ നമ്മുടെ ഫോട്ടോ റീച്ച് ആകുന്നത്, നമുക്ക് ലൈക്കും ഫോളോവേഴ്സൊക്കെ ഒരുപാട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ട്രൈ ചെയ്ത് നോക്കാവുന്നത് ഹാഷ്ടാഗാണ്. കുറച്ച് ടൈം വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ റീച്ചിനനുസരിച്ചും യൂസേഴ്സിൻ്റെ ആക്റ്റീവ് അനുസരിച്ച് നമുക്ക് ഫോളോവേഴ്സും ലൈക്സൊക്കെ കയറുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ അതിനു മുൻപായിട്ട് നിങ്ങൾ ഞാൻ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഹാഷ്ടാഗിലൊന്ന് സെൽഫി ഫോട്ടോഗ്രാഫി, പിന്നെ ആർക്കിടെക്ചർ, മ്യൂസിക്, ഇതൊക്കെയാണ് ഒരുപാട് ഫോളോവേഴ്സ് ലൈക്കും കയറുന്നത്. പിന്നെ ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് ഫണ്ണി മോഡ്, ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ്. പിന്നെ ക്രിസ്മസ് ഒക്കെ അടിപൊളി ഹാഷ്ടാഗാണ്, അതിനകത്തു നിന്നൊക്കെ ഒരുപാട് ലൈക്സൊക്കെ കിട്ടുന്നതാണ്. പിന്നെ പോപ്പുലറിൽ ഹാഷ്ടാഗിൻ്റെ 3ാമത്തെ സെക്ഷൻ കാണാൻ സാധിക്കും. 30 എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കും. അതും പോപ്പുലറായിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഒരുപാട് ഫോളോവേഴ്സും ലൈക്ക് കിട്ടുന്ന ഒരു ഹാഷ്ടാഗാണ്. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയായിട്ടുള്ള ഹാഷ്ടാഗിൻ്റെ നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ഹാഷ്ടാഗിൽ ഏറ്റവും ബെറ്ററായിട്ടും ഏറ്റവും പെർഫോമൻസും നമുക്ക് ഒരുപാട് റിസൾട്ടായി കിട്ടുന്ന ഒരു ഹാഷ്ടാഗാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ചെക്ക് ചെയ്താൽ തന്നെ അറിയാൻ സാധിക്കുന്നതാണ്. ഞാൻ എല്ലാ ഫോട്ടോസിനും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഹാഷ്ടാഗ്സൊക്കെ ഇതാണ്. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. എല്ലാവരും തന്നെ യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിനും നല്ലൊരു അടിപൊളി ആപ്ലിക്കേഷനുമായിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. അതുവരേക്കും ബൈ.